പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും മനുഷ്യരാശി ഒന്നടങ്കം ലഫീ ഖുസ്ർ, നഷ്ടത്തിൽ തന്നെയാണ് എന്നാണ്. മനുഷ്യരൊന്നാകെ നഷ്ടത്തിലാണ് എന്നാണ് രണ്ടാമത്തെ വാക്യം. ഇല്ലല്ലദീന ആമനു, സത്യവിശ്വാസം സ്വീകരിച്ചവരൊഴികെ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരൊഴികെ, വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ അല്ലെങ്കിൽ സത്യം കൊണ്ട് ഉപദേശം ചെയ്യുന്നവരൊഴികെ, വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് ഉപദേശം നൽകുന്നവർ ഒഴികെ. അപ്പോൾ മൊത്തത്തിൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും അന്യോന്യം ഉപദേശം ചെയ്യുകയും ചെയ്തവരൊഴികെ ബാക്കിയുള്ള എല്ലാ മനുഷ്യർക്കും മഹാനാശമാണ് വരാൻ പോകുന്നത് എന്ന് സായാഹ്നത്തെ അല്ലെങ്കിൽ കാലത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് ഇവിടെ അള്ളാഹു. ഇതാണ് ഖുർആനിലെ അർത്ഥം. ഇതിന് മുഫസ്സിറുകൾ പല തരത്തിലും വ്യാഖ്യാനിച്ച് മണിക്കൂറുകളോളം അല്ലെങ്കിൽ പേജുകളോളം എഴുതി തള്ളിയതായിട്ട് നമുക്ക് കാണാം. ഖുർആനിൻ്റെ മുഴുവൻ സത്തയും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നൊക്കെയാണ് വ്യാഖ്യാനം. എന്നാൽ നമ്മുടെ നാട്ടിലെ തന്നെ ചില മുഫസ്സിറുകൾ ഭൗതിക പുരോഗതിയെ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചിരുന്ന CN അഹമ്മദ് മൗലവിയെ പോലുള്ള ചില മുഫസ്സിറുകൾ ഇതിന് വേറെ ചില രീതിയിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അത്തരം വ്യാഖ്യാനങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ വിഭാഗത്തിനും അവരവർക്ക് സൗകര്യമുള്ളത് രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ചില പൊതു പരാമർശങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്.